20 വർഷം മുമ്പാണ് പ്രശസ്ത കൺവെൻഷൻ പ്രസംഗനെക്കുറിച്ച് ഒരനുഭവം അടുത്തയിടെ ഒരു ശുശ്രൂഷകൻ പറയുന്നത് കേട്ടു. കൺവെൻഷൻ പ്രസംഗകനും ഈ ശുശ്രൂഷകനും ഒരു യാത്രയ്ക്കായി ഒരുമിച്ച് പോകേണ്ടി വന്നു. അതിനായി നേരത്തെ പറഞ്ഞു വെച്ച ബസ് സ്റ്റോപ്പിൽ ശുശ്രൂഷകനെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ പ്രസംഗകൻ്റെ കാറെത്തി. ശുശ്രൂഷകൻ അദ്ദേഹത്തിൻ്റെ കാറ് കണ്ടതും മുന്നോട്ടാഞ്ഞു. പുറകിലെ സീറ്റിലിരിക്കുന്ന പാസ്റ്റർക്കൊപ്പം ഇരിക്കാനായി അദ്ദേഹം ഡോർ തുറന്നു. അകത്ത് കയറി സീറ്റിലിരുന്നതും ഡ്രൈവർ വണ്ടിയെടുത്തതും ഒരുമിച്ച്. പ്രശസ്തനായ കൺവെൻഷൻ പ്രസംഗൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഛേ എന്നൊരു പുച്ഛ സ്വരമിട്ട് വണ്ടി നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഡ്രൈവർ വണ്ടി നിർത്തുന്നു. പ്രശസ്തൻ തെല്ലു ദേഷ്യത്തോടെ ഡോർ തുറന്ന് ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. പിന്നീട് യാത്ര തുടർന്നു. അന്നത്തെ പ്രശസ്തൻ ഇന്ന് അതിപ്രശസ്തനാണ്. ഈ അഹങ്കാര സ്വഭാവത്തിന് ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്നറിയില്ല. മറ്റൊരു സംഭവം UK-യിലാണ്. അവിടെ സഭയുടെ കൺവെൻഷൻ നടക്കുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ സഭയുടെ പ്രധാന പാസ്റ്ററെ കൺവെൻഷനായി സംഘാടകർ വിളിക്കുന്നു. പാസ്റ്റർ വരുന്നു. ഉഗ്രൻ പ്രസംഗം നടത്തുന്നു. പ്രസംഗത്തിൽ ആകൃഷ്ടരായ പുതുതായി വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബത്തിന് ഒരു താല്പര്യം. ഈ പാസ്റ്ററെ ഇന്ന് തങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുചെന്ന് താമസിപ്പിക്കണം. അവർ തങ്ങളുടെ പാസ്റ്ററോട് ഈ ആവശ്യം അറിയിച്ചു. പുതുതായി വന്ന വീട്ടുകാരുടെ താല്പര്യം അതായതുകൊണ്ട് പാസ്റ്റർക്കും മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആഗ്രഹത്തിന് മുന്നിൽ പാസ്റ്ററും വഴങ്ങി. കേരളത്തിൽ നിന്ന് വന്ന വലിയ പാസ്റ്ററോട് അദ്ദേഹം കാര്യം പറഞ്ഞു. ഓക്കെ, അദ്ദേഹം ആ വീട്ടിൽ താമസിക്കാമെന്നേറ്റു. വീട്ടുകാർക്കും സന്തോഷം. മീറ്റിംഗ് കഴിഞ്ഞു. പാസ്റ്ററെ വിശ്വാസിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ശുശ്രൂഷകൻ പോയി. പാസ്റ്റർ വീട്ടിലേക്ക് കയറി. ചെറിയ സെറ്റപ്പ്, വെറും 2 മുറികൾ. അതിലൊന്ന് പാസ്റ്റർക്കായി അവർ മാറ്റിവെച്ചിരുന്നു. മുറി കണ്ടതും പാസ്റ്റർ ചാടി എഴുന്നേറ്റു. നിങ്ങളുടെ പാസ്റ്ററെ വിളിക്കൂ. അല്പം ദേഷ്യത്തോടെ. വീട്ടുകാർ കുഴങ്ങി. അവർ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ ഓടിയെത്തി. എനിക്കിവിടെ പറ്റില്ല, ഉടൻ എനിക്ക് ഹോട്ടലിൽ റൂമെടുത്തു തരൂ എന്നായി പാസ്റ്റർ. പാസ്റ്റർക്ക് ഇവിടുത്തെ താമസം ഇഷ്ടപ്പെട്ടില്ല. ഇടുങ്ങിയ മുറികൾ അദ്ദേഹത്തിന് പിടിച്ചില്ല. വേദനയോടെ വീട്ടുകാർ പാസ്റ്ററെ രാത്രിയിൽ ഹോട്ടലിലേക്ക് യാത്രയാക്കി. ഈ 2 സംഭവങ്ങളും കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ താഴ്മയും എളിമയും ഇവരിൽ എവിടെയാണ് ദർശിക്കാനാകുക? ഇവരുടെ പ്രസംഗത്തിനും ജീവിതത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിപ്പോൾ പറയാൻ കാരണം, എത്ര വലിയ സ്ഥാനങ്ങളിലും ഇന്നും താഴ്മയോടെയും എളിമയോടെയും ദർശനങ്ങളെ പങ്കുവെക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട് എന്നറിയിക്കാനാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബോവസ് മാത്യു പനമട എന്ന ഒരു IPCയിലെ സുവിശേഷകനാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ മലബാറിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന പാസ്റ്റർ VT എബ്രഹാമിനെ കുറിച്ചാണ്. കണ്ണൂരിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഒരു വഴിത്തിരിവായത് പാസ്റ്റർ VT എബ്രഹാമിൻ്റെ പ്രവർത്തനങ്ങളാണ്. മനോഹരമായ ഒരു ആലയം കണ്ണൂരിൽ അസംബ്ലീസ് ഓഫ് ഗോഡിനുണ്ട്. നിറയെ വിശ്വാസികളുണ്ട്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളായ ഇരിട്ടി, പെരിങ്കേരി, വെള്ളരിക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങൾ അദ്ദേഹത്തിന് സുപരിചിതമാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഈ ലേഖനം കണ്ടപ്പോൾ ഒന്ന് വായിക്കണമെന്ന് തോന്നി. അത് നിങ്ങളുമായി ഒന്ന് പങ്കിടണമെന്ന് തോന്നി. ഞാൻ ആ ലേഖനത്തിലേക്ക് കടക്കാം. ദർശനം സഞ്ചരിച്ച വഴി. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. കാത്തിരിപ്പ് യോഗം പതിവിലും ഏറെ നേരം നീണ്ടു. ചാണകം മെഴുകിയ പുൽപ്പുര, ചിമ്മിനി വിളക്കിലെ വെട്ടത്തിനു ചുറ്റും വിരിച്ചിട്ട തഴപ്പായകൾ, അതിൽ മുഴങ്കാലിലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം. സ്ഥലകാല ബോധ്യങ്ങൾക്കപ്പുറത്ത് അവരുടെ ആത്മാവ് അഗ്നി പോലെ ഇറങ്ങി വന്ന ആത്മസാന്നിധ്യത്തിന് മുന്നിൽ അലിഞ്ഞു. പാടത്തും പറമ്പിലും പകലന്തിയോളം പണിയെടുത്ത് വലഞ്ഞ് അവരുടെ ആ അധ്വാനത്തിൻ്റെ ആലസ്യം എങ്ങോ അപ്രത്യക്ഷമായി. ക്ഷീണം മറന്നവരെല്ലാം തീനാളങ്ങൾ പോലെ നിന്ന് തുള്ളി. ആ കാലങ്ങളിലെ കൂട്ടായ്മകൾക്ക് നിശ്ചിത സമയക്രമം ഉണ്ടായിരുന്നില്ല. ഇന്ന സമയത്ത് നിർത്തണമെന്ന നിർബന്ധവും ആർക്കുമില്ലായിരുന്നു.
അല്ലെങ്കിൽ തന്നെ സമയം അറിയാൻ ആരുടെ കയ്യിലാണ് വാച്ചുണ്ടായിരുന്നത്? യോഗം കഴിഞ്ഞ് പാതിരായിക്ക് എപ്പോഴോ വീട്ടിലെത്തി. ബാല്യം പിന്നിട്ട് കൗമാരത്തിലേക്ക് കാലൂന്നിയ ചെറുപ്പക്കാരൻ അത്താഴവും കഴിച്ചു കിടന്നു. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കണ്ണടച്ച് കിടന്നെങ്കിലും ഉറക്കം വരുന്നില്ല. ദൈവദാസൻ്റെ അതിരത്തിലൂടെ ആവർത്തിച്ച് പുറത്തു വന്ന വചനങ്ങൾ സിംഹഗർജനം പോലെ അവൻ്റെ ചെവികളെ തുളച്ചു. കൊയ്ത്തു വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവ് തൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി തന്നെ വിളിക്കുന്നു. തീരുമാനമെടുക്കാൻ വൈകിക്കൂടാ. വചനം ഉള്ളിൽ തിളച്ചു മറിയുന്നു. വിചാരങ്ങൾക്ക് ചൂടുപിടിച്ചു. പെരിങ്കേരി എന്ന കൊച്ചു ഗ്രാമം അന്ധകാരം വാരിച്ചുറ്റി ഉറങ്ങിക്കിടക്കുന്നു. മട്ടണിക്കുന്നിൻ്റെ നെറുകയിൽ എങ്ങുനിന്നോ പാതിരാക്കോഴികൾ കൂകുന്നുണ്ടായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അവൻ പ്രഭാതയാമത്തിൽ എപ്പോഴോ ഒരു ഉറച്ച തീരുമാനത്തിലെത്തിച്ചേർന്നു. ദൈവഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു അത്. ഒരു സുവിശേഷകൻ്റെ ജനനം. പ്രത്യേകതകൾ ഒന്നുമില്ലാതെ തന്നെ പെരിങ്കേരിയുടെ ആകാശത്ത് സൂര്യൻ ഉദയകിരണങ്ങൾ വീശി. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം. പതിവിലും ഉത്സാഹത്തോടെ ദിനചര്യകളിൽ മുഴുകി. തലേരാത്രി കാത്തിരിപ്പ് യോഗം കഴിഞ്ഞ് വന്നപ്പോൾ കെടുത്തി വെച്ച ചൂട്ടുകെട്ട് തറയിൽ ചാരി വച്ചിരിക്കുന്നു. അതിൽ എരിഞ്ഞടങ്ങാൻ ഇനിയും ഏറെ ബാക്കിയുണ്ടായിരുന്നു. പെരിങ്കേരിയിലെ ആരാധന കഴിഞ്ഞ് പാപ്പച്ചൻ പാസ്റ്റർ അറബിക്ക് പോകണം. അറബി എന്നാൽ കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമമാണ്. ആ സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനം ഇന്ന് ശക്തമായിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ഇവരെപ്പോലെയുള്ള ആദ്യകാല പെന്തക്കോസ്ത് നേതാക്കന്മാരായിരുന്നു. അവിടെ കുന്നേക്കാരുടെ ഭവനത്തിൽ ഉച്ച കഴിഞ്ഞ് കൂടിവരവുണ്ട്. പാസ്റ്ററുടെ സഹചാരിയായി ബാഗ് പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിരിക്കുന്നു. എല്ലാ ദിവസത്തേക്കാളും ഉത്സാഹത്തോടെയാണ് ഇന്നത്തെ യാത്ര. മട്ടണിക്കുന്ന് കയറി ചെമ്മൺ പാതയിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഊടുവഴികളാണ്. വിജനമായ കശുവിൻ തോട്ടങ്ങൾ, അതിനിടയിലൂടെ വാഴ്ത്തലപ്പ് പോലെ വളർന്നു നിൽക്കുന്ന തിരുവക്കാട്. ചരൽ നിറഞ്ഞ ഇടവഴികൾ താണ്ടി ചപ്പുംകരി കുന്നിറങ്ങി വീണ്ടും ഒറ്റയടിപ്പാതയിലൂടെ വളഞ്ഞും തിരഞ്ഞും കരിമ്പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ചാടിമറിഞ്ഞൊരു സാഹസിക യാത്ര. മഴക്കാലമാണെങ്കിൽ പോക്ക് ഏറെ ദുഷ്കരമാണ്. കലങ്ങി മറിഞ്ഞൊഴുകുന്ന കൈത്തൊടുകൾ പലതും മുറിച്ചു കിടക്കണം. അങ്ങനെ ലേഖനം പുരോഗമിക്കുകയാണ്. പിന്നീട് അറബിയിലെ ആരാധന കഴിയുമ്പോൾ തന്നെ രാത്രിയാകും. ചൂട്ടും കത്തിച്ച് തിരിച്ച് നടത്താം. കത്തിച്ച ചൂട്ട് ഇടയ്ക്കിടെ വീശും. അപ്പോൾ ഒന്ന് ആളിക്കത്തും. ആ വെട്ടത്തിൽ കുറച്ച് നടക്കും. പിന്നെയും അണയും. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൂട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി വീശും. വീണ്ടും തീ പടർന്ന് കത്തും. ഇത് പഴയ കാലത്ത് മീറ്റിങ്ങുകൾ കഴിഞ്ഞ് കടന്നു പോകുന്ന പെന്തിക്കോസ്ത് വിശ്വാസികൾക്കെല്ലാം ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഈ ചൂട്ടുകറ്റ വീശിപ്പോകുന്നത്. ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും പതിയിരിക്കുന്ന വഴികളിലൂടെ തെരുവത്തലപ്പുകൾ വകഞ്ഞു മാറ്റി ചൂട്ടിൻ്റെ വെട്ടത്തിൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പാതിരയാകും. കർത്തൃവേലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഞായറാഴ്ച വൈകിട്ട് അസ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടായി. കൂട്ടായ്മ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ പാപ്പച്ചൻ പാസ്റ്ററിൻ്റെ ബൈബിൾ ബാഗിൽ എടുത്തു വെക്കാൻ മറന്നു. അങ്ങനെ വരാൻ ഒട്ടും സാധ്യതയില്ലാത്തതാണ്. എന്തോ അന്നങ്ങനെ സംഭവിച്ചു. പകുതി വഴി കഴിഞ്ഞപ്പോഴാണ് കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. വേദപുസ്തകം കയ്യിൽ ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. പട്ടിണി കിടക്കാം. എന്നാലും ദിനംപ്രതിയുള്ള വചനധ്യാനം ഒഴിവാക്കാൻ ആ കാലത്ത് ദൈവമക്കൾക്ക് കഴിയുമായിരുന്നില്ല. അത്രമേൽ ജീവിതവുമായി ഇഴയെടുപ്പവും വചനവുമായി അവർക്കുണ്ടായിരുന്നു. കൂടാതെ ഒരു വീട്ടിൽ ഒരു ബൈബിൾ മാത്രമേ ആ കാലത്തുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും തിരിച്ചുപോയി വേദപുസ്തകം എടുക്കണം, പാസ്റ്റർ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഒറ്റയ്ക്ക് തിരിച്ചു പോകാൻ ഭയമുള്ളിലുണ്ടായിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ചവൻ തിരിച്ചു പോകാൻ തയ്യാറായി. ചൂട്ടും കത്തിച്ച് വേഗം നടന്നും ഓടിയും അവൻ അറബിയിൽ ചെന്ന് വേദപുസ്തകവും എടുത്ത് തിരിച്ചു വന്നു. രാത്രിയിലെ ഭയവും ഇരുട്ടിലെ മഹാമാരിയും ഏൽക്കാതെ യഹോവ മറവിടമായി അവനോടുകൂടെ ഉണ്ടായിരുന്നു. പിന്നീട് വൈദിക പഠനത്തിന് ശേഷം വേലയ്ക്കിറങ്ങിയ നാളുകളിൽ ഇരുട്ടിൻ്റെ ശക്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സധൈര്യം സുവിശേഷത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഈ അനുഭവങ്ങൾ ഏറെ പ്രയോജനപ്പെട്ടു. ആ ബാലൻ വളർന്ന് അരനൂറ്റാണ്ടിലധികമായി സുവിശേഷ കർമ്മമണ്ഡലത്തിൽ അഹോരാത്രം അധ്വാനിച്ചു വരുന്നു. 70 വയസ്സ് പിന്നിട്ടിട്ടും ദൗത്യ നിർവഹണത്തിന് ഒട്ടും പിറകോട്ട് പോകാതെ കാലേബിനെ പോലെ ഊർജ്ജസ്വലനായി മുന്നണി പോരാളിയാണത് അദ്ദേഹം ഇന്നും. അത്യുത്സാഹികളായ ഒരുപറ്റം സുവിശേഷകരെ ചേർത്ത് പിടിച്ച് മലബാറിൽ വചനത്തിൻ്റെ വിത്തുപാകി. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സഭാവളർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. മലബാറിലെ പ്രവർത്തന വിജയത്തിന് ഡിസ്ട്രിക്ട് വിഭജനം അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുകയും പല പ്രതിസന്ധികളെയും മറികടന്ന്
AG മലബാർ ഡിസ്ട്രിക്ട് രൂപീകരിക്കുന്നതിന് മുഖ്യ കാരണക്കാരനുമായി. അങ്കുലി പരിമിതമായ സഭകളും ചുരുക്കം വിശ്വാസികളും ഏതാനും ശുശ്രൂഷകന്മാരുമായി 25 വർഷം മുമ്പ് ആരംഭിച്ച AG മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവം വിശാലത നൽകി. സൂപ്രണ്ടായി സേവനം ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ VT എബ്രഹാം സുവിശേഷ പോർക്കളത്തിൽ ഇന്നും കർമ്മനിരതനാണ്. മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുവിശേഷകരെ വാർത്തെടുക്കുന്ന ട്രിനിറ്റി ബൈബിൾ കോളേജിൽ ഹിന്ദിക്കാർക്ക് പ്രവേശനമില്ല. അവിടെ പഠിച്ചിറങ്ങുന്നവർ നിർബന്ധമായി മലബാറിൽ തന്നെ വർക്ക് ചെയ്യണം. കൂടാതെ ശുശ്രൂഷകന്മാർ ലോക്കൽ ചർച്ചകളുടെ പുരോഗതിയെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കണം. ഉലകം ചുറ്റിയുള്ള ഒരു പൊതു ശുശ്രൂഷയും ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു പ്രയോജനവുമില്ലാത്ത കുറേ കൺവെൻഷനുകൾ നടത്തുന്നതിനും താല്പര്യം കാണിക്കുന്നില്ല. പരസ്യയോഗങ്ങൾക്കും വീടുകൾ കയറിയുള്ള സുവിശേഷീകരണത്തിനും വ്യക്തിഗത വചന പഠനങ്ങൾക്കുമാണ് ഊന്നൽ നൽകുന്നത്. ഈ രീതിയിൽ കൃത്യമായ അച്ചടക്കത്തോടെ വ്യക്തമായ ലക്ഷ്യബോധത്തോടും ആസൂത്രിതമായ കർമ്മ പദ്ധതികളോടും കൂടി ദർശനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുക വഴി സ്വയം പര്യാപ്തമായ നിലയിൽ ഭൂരിപക്ഷം സഭകളും വളരുന്നതിനും കൂടാതെ മലബാറിലെ കെട്ടുറപ്പുള്ള പ്രസ്ഥാനമായി മലബാറിൽ AGക്ക് വളരാൻ കഴിഞ്ഞു. എല്ലാ സുഖസൗകര്യങ്ങളും കൂടി AC റൂമിലിരുന്ന് സഹപരിപാലനം നടത്താൻ കഴിയുമായിരുന്നിട്ടും ഈ പ്രായത്തിലും കാസർഗോഡ് ജില്ലയിലെ 5 സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് ഓരോ ഭവനങ്ങളും കയറിയിറങ്ങി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഡോക്ടർ VT എബ്രഹാം എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട്, പരപ്പ തുടങ്ങിയ പുതിയ പ്രവർത്തന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷീകരണം നടന്നു. 20-ൽ പരം ആളുകൾ അതിൽ പങ്കാളികളായി. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുള്ള പാസ്റ്റർ ബേബി VJ, കാസർഗോഡ് പ്രസ്ബിറ്റർ പാസ്റ്റർ ഡേവിഡ് ജോൺ, മലബാർ ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ ജസ്റ്റിൻ സക്കറിയ എന്നിവർ ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഇദ്ദേഹം ചെയ്ത ഒരു വലിയ മാതൃകയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉയർന്ന പോസ്റ്റിലിരിക്കുമ്പോഴും ഒരു സാധാരണ ശുശ്രൂഷകനെ പോലെ പൊരി വെയിലത്ത് ഓരോ ഭവനങ്ങളും കയറിയിറങ്ങി സുവിശേഷ പ്രവർത്തനം നടത്താൻ അദ്ദേഹം കാണിക്കുന്ന ആ നല്ല മാതൃക ആഡംബര ജീവിതം നയിക്കുന്ന എല്ലാ പാസ്റ്റർമാർക്കും ഒരു പാഠമാവട്ടെ. പുതിയ ഒരു വിഷയവുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.